ഹായ് ഓൾ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിഗിനേഴ്സ് ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്ര നാളായവരോട് പഠിച്ചത് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പല കുട്ടികൾക്ക് എന്ത് പഠിക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനൊക്കെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ആളുടെ അവിടെയുള്ള കുറേ കുട്ടികൾ പുതുതായിട്ട് വന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ധാരണ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഫുള്ള് പഠിക്കണമെന്നാണ്. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മെറ്റീരിയൽസ് മാത്രം പഠിച്ചാൽ മതി, ഉറപ്പായിട്ടും കിട്ടുമെന്ന്. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന നോട്ട്സ് നമുക്ക് ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കൊടുക്കും. ഞാൻ ആരുടെ അങ്ങനെയൊന്നുമില്ല. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ച പലയിടത്തും നല്ല രീതിയിൽ മെറ്റീരിയൽസ് തരാറുണ്ട്. പക്ഷേ ചിലവർ ഇങ്ങനെ നമ്മൾ നേരിട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ കോപ്പിയൊക്കെ നമുക്ക് തരാറുണ്ട്. ഞാൻ പണ്ട് കുറച്ച് നാൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ പഠിക്കൂ ഭയങ്കര. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ഫയൽ എടുക്കുകയാണെങ്കിൽ തന്നെ റാങ്ക് ഫയലിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ചില ഇൻ്റർവ്യൂവിൽ ചിലർ പറയാറുണ്ട്, എനിക്ക് റാങ്ക് ഫയലിൻ്റെ മുക്കും മൂലം അറിയാമെന്നൊക്കെ ചിലർ പറയാറുണ്ട്. റാങ്ക് ഫയൽ നോക്കിയെന്ന് പറയാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ റാങ്ക് ഫയലിൻ്റെ മുക്കും മൂലയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം റാങ്ക് ഫയൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന റാങ്ക് ഫയൽ ഇല്ലാതെ പഠിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്, റാങ്ക് ഫയൽ നോക്കി പഠിച്ച കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരുപാട് റാങ്ക് ഫയൽ. ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ കണ്ടാണ് യൂട്യൂബിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന പവിത്ര, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അവരും അങ്ങനെ കുറേ പേര് എനിക്ക് അറിയാം. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവരോടെല്ലാം ഡിസ്കസ് ചെയ്ത് പഠിക്കണം. എൻ്റെ ഫ്രണ്ട്സ് വേറെ KSEBിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പം അസിസ്റ്റൻ്റായിട്ട് കയറി ഇവരോടൊക്കെ നമ്മൾ ചോദിക്കും ഏത് മെറ്റീരിയൽ വെച്ച് പഠിച്ചു അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ എല്ലാ മുക്കും മൂലയൊന്നും ആരും പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പഠിച്ച് കയറുന്നവർക്ക് അത്രയും പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അത്രയും കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് കുറച്ച്, ഇത് ഞാൻ പറയുന്നൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പഠിച്ചപ്പം എന്തൊക്കെ ടോപ്പിക്സ്, അതായത് ഇപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അതിനകത്ത് ഇങ്ങനെ ഓരോ ടോപ്പിക്ക് എടുത്ത് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതായത് ഞാൻ ചെയ്ത PYQ വെച്ചിട്ടും അതുപോലെ എൻ്റെ എക്സാംസിൻ്റെ ഒരു വെളിച്ചത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ ഏതൊക്കെ സാധനങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം ചില കുട്ടികൾ പറഞ്ഞാൽ എത്ര എഴുതിയാലും മാർക്ക് കൂടുന്നില്ല. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കാറുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ എന്നൊരു സീരീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എന്നും വന്ന് ഇങ്ങനെ മോട്ടിവേഷൻ പറയാമെന്ന് പറയുന്നത് അത് എന്താ പറയുക, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നുവെച്ചാൽ എനിക്ക് പറയുന്നൊരു കുഴപ്പമില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് വിരക്തിയായി ആവുമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പം അത് പറയാൻ, ഇത് ഒരിക്കലും ബേസ് ഉള്ളവർ കാണരുതെന്ന് പറയാൻ കാര്യം, ഇത് ഇവർക്കറിയാം. ഇത് PSC ഫീൽഡിൽ നിൽക്കുന്ന PSC എക്സാംസ് എനിക്ക് തോന്നുന്നു ഒരു 3 months അല്ലെങ്കിൽ 4 months ഒന്നും വേണ്ട, ഒരു അറ്റ്ലീസ്റ്റ് 2 months എങ്കിലും പഠിച്ചവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ അറിയാമായിരിക്കും. ഇത് ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ബേസ് സെറ്റായിട്ടില്ല. നിങ്ങളിത് നല്ലോണം പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഞാനിത് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഡീമോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ പഠിച്ച് അവർ മനസ്സിൽ പതിനേ പറ്റത്തുള്ളൂ. കാരണം ഇത് സ്ഥിരം ഒരു വർഷം ഒരു 10 എക്സാം ഉണ്ടെങ്കിൽ ഈ ഒരു 6 എക്സാമിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയുക, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്ര ഏരിയാസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നത് കാരണം എനിക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ട് എൻ്റെ സമയം കളയത്തില്ലായിരുന്നു. പക്ഷേ ഇത് പഠിച്ച് ഒരുവിധം ആയവർക്കല്ല, പഠിച്ച് തുടങ്ങുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം അതിലിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾ കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല ഇവർക്ക് ഇതിന് എന്ത് വേണം പഠിക്കാനെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന ക്വസ്റ്റ്യൻസ് ഇന്ന ഏരിയ എന്നല്ല ഇന്ന ഇതിന് ക്വസ്റ്റ്യൻ വരും, അത് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോവരുത്, നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഏത് എക്സാമിന് പോവുകയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന ടോപ്പിക്സിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ മിനിമം പഠിക്കണം. മാക്സിമം നിങ്ങൾ എന്തോ പഠിച്ചോ, പക്ഷേ മിനിമം ഇത്രയത്തിൻ്റെ ആൻസർ അറിയാതെ നിങ്ങൾ എക്സാം ഹോളിൽ പോവരുത്, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ബേസായിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ ബേസിക് ഉള്ള സാധനങ്ങളാണ്, നമ്മുടെ SCRT-ക്കകത്തൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ PSC എപ്പോഴും ചോദിക്കും എത്ര ആർട്ടിക്കിൾ നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എത്ര പാർട്സ് ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ചോദിക്കാം, പക്ഷേ ഇപ്പം എത്ര ഷെഡ്യൂൾസ് ഉണ്ടോ ചോദിക്കാം കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് ഇങ്ങനെ പുതിയ വന്നുകൊണ്ടിരിക്കുമല്ലോ, അത് നിങ്ങൾ അന്നേരം തന്നെ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ മാറാത്തത് പഴയ സാധനങ്ങളൊന്നും മാറത്തില്ല. പണ്ട് വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, അതൊന്നും മറക്കാതെ പഠിക്കണം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നതെന്ന് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് എന്ന് അംഗീകരിച്ചു, ഭരണഘടന നിർമ്മാണ സഭ എന്ന് അംഗീകരിച്ചു, അത് എന്ന് നിലവിൽ വന്നു. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ഭരണഘടന നിർമ്മാണ സഭ അത് വരാൻ ഉള്ള ആ ഒരു ക്രിപ്സ് മിഷൻ കാരണമാണോ ക്യാബിനറ്റ് മിഷൻ കാരണമാണോ, അത് എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക കൺഫ്യൂഷൻ വരും. പക്ഷെ ഓർക്കുക, രണ്ടിൻ്റെ ഇയർ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടും. അതിൻ്റെ ആൻസർ 42, 46 ആണ് ഇയർ. ഞാൻ ഒന്നിൻ്റെ ആൻസർ പറയുന്നില്ല, ജസ്റ്റ് ചിലപ്പോൾ ചിലതിനങ്ങ് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. കാരണം അതൊക്കെ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അറിയാതെ എൻ്റെ വായിന്ന് വല്ല തെറ്റുപോലും വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്നെ എടുത്തിട്ട് പോയിരിക്കും കമൻറ്റ് സെക്ഷൻ. അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ ആൻസർ പറയുന്നില്ല. നമ്മൾ മനസ്സിലല്ലേ തെറ്റി പറ്റും. പെട്ടോ ഒന്നാമത് ഈ വീഡിയോ എടുക്കും, ഇപ്പം തന്നെ ഈ രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പോയി. അപ്പോൾ ഞാൻ വീണ്ടും അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ കൂടി ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞായിരുന്നു. രണ്ടാമതായപ്പോഴത്തേക്ക് ഇത്രയും സൗണ്ടൊക്കെ എനിക്ക് മൈക്കൊന്നുമില്ല, ഞാൻ മൈക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സ്റ്റാൻഡ് തന്നെ മേടിച്ചിട്ട് വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെയും എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപകാരപ്പെട്ടു, മൈക്കിന് മേടിക്കുന്നില്ല. അതുകൊണ്ട് അത്രയും സൗണ്ട് എടുത്താൽ എനിക്ക് അല്ലെങ്കിൽ സൗണ്ട് കൂടുതലാണ്. സൗണ്ട് എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാനും കുഴയും. ഓക്കെ, അതുകൊട്ടെ. അപ്പം പിന്നെ ആ ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനും അതേത് മൂലമാണ് വന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഓർത്തോണം. അതുപോലെ തന്നെ എത്ര കമ്മിറ്റികൾ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് 13. അത് എത്ര കമ്മിറ്റികൾ ചേർന്നായിരുന്നു. അതുപോലെ തന്നെ ഈ സഭയിലെ അംഗങ്ങൾ എവിടെ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു, അവരെ എങ്ങനെ തിരഞ്ഞെടുത്തു, അതായത് എന്താ പറയുക നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തു. അപ്പം അത് നിങ്ങളൊന്ന് വായിച്ചു വിട്ടേക്കണം. അത് നമ്മുടെ ഓപ്ഷനിൽ ചോദിക്കാറുണ്ട്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തു. ഓപ്ഷൻ ഇട്ട് ABC എന്നൊക്കെ ഓപ്ഷൻ വരും. ചില എക്സാംസിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല ടഫിൽ കയറിയൊക്കെ ചോദിച്ചു കളയും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. LGSന് സിമ്പിളായിട്ട് ചോദിക്കും, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് തോന്നിയ കണക്ക് ചിലപ്പം ഇടും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ മാർക്കൊന്നും പോകരുത്. കാരണം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1.5 വർഷം കൊണ്ട് പഠിച്ചവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് അറിയാമായിരിക്കും. ഇതൊന്നും അവർ തെറ്റിക്കത്തില്ല. നമ്മൾ തെറ്റിക്കുമ്പോൾ പ്രശ്നം എന്നറിയോ, നമ്മൾ തെറ്റിക്കുമ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ തെറ്റി നമുക്കവിടെ 0.33 പോയി. പക്ഷേ നമ്മളത് ശരിയാക്കിയായിരുന്നെങ്കിലോ നമുക്കവിടെ 1 മാർക്ക് കിട്ടും. അപ്പോൾ പോകുമ്പം നമ്മൾ 1.33 അങ്ങ് പോയി. നമ്മൾ ആ 1ൻ്റെ കാര്യം നമ്മളങ്ങ് വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയത്തില്ല, അതുകൊണ്ട് തെറ്റി. പക്ഷേ നമ്മളത് ശരിയാക്കിയാൽ നമുക്കവിടെ 1 മാർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും തെറ്റിക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ സഭയുടെ ഉദ്ഘാടന യോഗം എന്ന് നടന്നു, മനസ്സിലായോ? അതിൻ്റെ അധ്യക്ഷനാര്, അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനാര്, അതിൻ്റെ സ്ഥിരം അധ്യക്ഷനാര്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാര്, ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത്. ഞാൻ വീണ്ടും പറയുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വന്നു, ആരാണ് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്, അത് അറിയാത്ത ആരും കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതൊക്കെ അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഇയർ അതെനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകുമായിരുന്നേ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഏതാ തിരിഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓരോ ടോപ്പിക്ക് നിങ്ങൾ എടുക്കുമ്പം റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം റിവൈസ് ചെയ്യാൻ ബുക്ക് തൊടുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്കിൽ ഇന്ന സാധനങ്ങൾ ഓർത്തിരിക്കത്തില്ല. അപ്പം നമുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ ഓർമ്മ കാണും, മനസ്സിലായോ? നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മ കാണും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത് ഓർത്തിരിക്കും കേട്ടോ. പിന്നെ എത്ര നാൾ കൊണ്ടാണ് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കിയത്, വർഷവും സമയവും ഉണ്ട്, എത്ര രൂപ ഇതിനു വേണ്ടി ചിലവിട്ടു, അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എത്ര എന്താ പറയുക, ഓരോ ഈ ഭരണഘടന നിർമ്മാണ സഭ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് NCERTക്കകത്ത് ഭരണഘടന നിർമ്മാണ സഭ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് NCERTയിൽ ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് വെച്ചേക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. കാരണം ഒന്ന് എക്സാം ഹോളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്ന് വായിച്ചെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സാം ഹോളിൽ നിന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണെന്ന്. അതുപോലെ തന്നെ രൂപീകൃതമാകുമ്പോൾ അതിനകത്ത് കുറേ മെമ്പേഴ്സ് വേണമല്ലോ. അപ്പോൾ ഈ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന്, ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ തിരഞ്ഞെടുത്തു, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതൊക്കെ NCERT പോയിന്റ്സാണ്, റാങ്ക് ഫയലിലും ഉണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ,
ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വ്യവസ്ഥ യാതൊരുവിധ തർക്കവുമില്ലാതെ അംഗീകരിക്കപ്പെട്ടു. അത് ഏത് വ്യവസ്ഥയാണെന്ന് അത് എനിക്ക് പഠിച്ചപ്പോൾ ഞാൻ NCERT-ലായിരുന്നു ആ പോയിന്റ് കണ്ടത്. പക്ഷേ റാങ്ക് ഫയൽ വായിച്ചപ്പോൾ പിന്നെ റാങ്ക് ഫയലിൽ ആ പോയിന്റ് കണ്ടു. പണ്ടത്തെ PSC-യിലൊന്നും ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലായിരുന്നു. നമ്മുടെ NCERT-ന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയിടം തൊട്ടാണ് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങിയത്. അതേതാ നിങ്ങൾക്ക് അറിയായിരിക്കും. യാതൊരുവിധ തർക്കവും കൂടാതെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥ, അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശം, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത്. ചിലർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സീൽ ഏതാണെന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്നു എന്ന് അത് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പല പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് എത്ര പേര്, ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്ന് എത്ര പേര്, അതുപോലെ തന്നെ ചീഫ് ബ്രിട്ടീഷ് പ്രൊവിൻസ്. അപ്പം ഇതൊക്കെ നിങ്ങളൊരു കോളം വരച്ച് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 93. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങൾ കോളം വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർക്ക് ഈ നമ്പേഴ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇതിനകത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പ്രൊവിൻസ് ആണെന്ന് ചോദിക്കും. ഒരുപാട് സമയം പോകുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ മുഷിപ്പിക്കാതെ പെട്ടെന്ന് തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് പ്രീവിയസ് PYQ ആണ്. എത്ര വനിതാ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ, എത്ര പേരുണ്ടായിരുന്നു, അതുപോലെ വിഭജനത്തിന് ശേഷം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ആദ്യത്തെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, പ്രഥമ സമ്മേളനം ഉണ്ടായിരുന്നു, അതിനകത്ത് എത്ര പേര് പങ്കെടുത്തു, അതിൽ എത്ര വനിതകൾ പങ്കെടുത്തു, അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടും. ഇപ്പോൾ കുറേ ഉണ്ട് വനിതകളുടെ നമ്പേഴ്സ്. ആകെ എത്ര പേര്, 17, വിഭജനത്തിന് ശേഷം 15, പിന്നെ മീറ്റിങ്ങിൽ. അപ്പോൾ അത് നിങ്ങൾ അതൊക്കെ നിങ്ങളുടേതായ ഐഡിയയിൽ ഒന്ന് എഴുതിയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് നമുക്ക് മാർക്ക് കൂടും. ചില കുട്ടികൾ ചോദിക്കാറുണ്ട് എത്ര ചെയ്തിട്ട് മാർക്ക് കൂടുന്നില്ല. അപ്പം ചില പൊടിക്കൈകൾ ഈ നമ്പേഴ്സൊക്കെ കൂടുതൽ പേര് നമ്പേഴ്സൊക്കെ വിട്ടുകളയും, ഇയേഴ്സ്. അപ്പം അവിടെയൊക്കെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാർക്ക് കയറിപ്പോകുന്നത്. ഓക്കെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകൾ, നിങ്ങൾ ഏത് റാങ്ക് തോന്നും, ലക്ഷ്യ റാങ്ക് ഫയൽ എന്തായാലും ഉണ്ട്. അപ്പം ഈ 15 വനിതകളെയും ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ BFAയുടെ സമയത്ത് ഞാനിത് പഠിച്ചിട്ടില്ല. പക്ഷേ LD ആയപ്പോൾ എനിക്ക് തോന്നി LD ഒക്കെ ആയപ്പം ഈ LD കിട്ടണം എന്നുള്ളൊരു ഭയങ്കര ഒരു ദൃഢനിശ്ചയം എനിക്കുണ്ട്. അങ്ങനെയല്ല കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അപ്പം ഞാൻ ഇത് വായിക്കുമായിരുന്നു, കാണാൻ പഠിക്കാല്ലേ. ഈ 15 വനിതകളുടെയും പേര് നമ്മൾ പല പേരും നമുക്ക് ഫെമിലിയർ ആണ്. അമ്മു സ്വാമിനാഥൻ, ആനിമസ് ക്വീൻ, ദാക്ഷായണി വേലായുധൻ, ഇതിനകത്തുള്ള കമല ചൗധരി, ഹൻസ, ജീവരാജ് മേത്ത, അപ്പം ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പം ഈ പേര് പലരും നമുക്ക് ഫെമിലിയർ ആണ്. LD ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പേര് എത്തുമ്പോൾ ഇത് വായിച്ചു വിടും, മനസ്സിലായോ. പക്ഷേ അതുവരെ എൻ്റെ ഓർമ്മയിൽ അത് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ LDCക്ക് പ്രിപ്പയർ ചെയ്തുകൊടുക്കുന്ന സമയത്ത് ഏതോ 1-2 എക്സാമിന് ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് വെച്ചാൽ ഓപ്ഷനേ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആരായിരുന്നു, ഇല്ലാത്തതോ ഉള്ളതോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ, മനസ്സിലായോ. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ഇത് പതിയും. കാരണം അതുമാത്രമല്ല ഇതിനകത്തുള്ള പല പേരുകൾ നമുക്കറിയാവുന്നതാണ്, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് എന്നത് എന്താ പറയുക വന്നു എന്ന് ചോദിക്കും. പ്രഥമ സമ്മേളനം ആരംഭിച്ചതെന്നോ ചോദിക്കും. താൽക്കാലിക അധ്യക്ഷൻ, സ്ഥിര അധ്യക്ഷൻ ആരാണ്, ഫസ്റ്റ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്, അതിൻ്റെ വേദി എവിടെ ആയിരുന്നു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിനെ എന്നാണ് ഇലക്ട് ചെയ്ത് പെർമനൻറ്റ് അധ്യക്ഷനായിട്ട് മാറ്റിയെന്നും ചോദിക്കും കേട്ടോ. അതത്ര ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ, നമ്മൾ അധ്യക്ഷൻ ആരാന്ന് പഠിച്ചു. അതുപോലെ 2 ഉപാധ്യക്ഷന്മാരുണ്ടെന്ന് നമ്മുടെ ബുക്സിലൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു PYQ ആയിരുന്നു, ഒരു എക്സാമിന് ചോദിച്ചു. അപ്പോൾ 2 ഉപാധ്യക്ഷന്മാരെന്ന് പറയുന്നത് ഒന്ന് HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. പക്ഷെ ഒരു എക്സാമിന് ചോദിച്ചപ്പോൾ നമ്മുടെ HC മുഖർജിയാണ് കേട്ടോ ആൻസർ ആയിട്ട് കൊടുത്തത്. അതുകൊണ്ട് അത് കളയരുത്, അത് ചോദിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് അയ്യങ്കാരാണ്. പിന്നെ ആദ്യമായി സംഭവം ചെയ്തത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. എങ്കിലും ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബേസിക് ഇല്ലാത്തവർ മാത്രം, അതായത് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ബിഗിനേഴ്സാണ്, അവർക്ക് വേണ്ടി മാത്രം ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാന്ന് ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി PSC ചോദിച്ച് മടുത്തു.
അങ്ങനത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകും കേട്ടോ. ചുമ്മാ അല്ല നിങ്ങൾ പുറകോട്ട് വന്ന് അവിടുത്തെ തെറ്റിക്കരുത് ഉറപ്പായിട്ടും കേട്ടോ. ദേഷ്യപ്പെട്ട് പറയുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം തോന്നുമല്ലോ നമുക്ക്. അതുകൊണ്ട് പറയും, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ബിഗിനേഴ്സായിട്ട് നിൽക്കുന്നവർ പഠിച്ച് ടോപ്പിൽ വരണം. ഇപ്പം നിങ്ങൾ പഴയ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ബിഗിനേഴ്സ് നല്ല രീതിയിൽ ഫ്രണ്ടിലുണ്ട്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് പഠിക്കണം. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് തയ്യാറാക്കിയത് ആര്? പിന്നെ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു യൂട്യൂബിൽ വന്ന് പറയുന്ന കണക്കല്ല പറഞ്ഞത്. എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആർക്കോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ലാംഗ്വേജ് അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്കോ ആർക്കോ പറഞ്ഞെടുക്കുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ നിങ്ങൾക്ക് വിഷമം തോന്നല്ലേ. പിന്നെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ കവർ പേജും ലേഔട്ടും തയ്യാറാക്കിയത് ആര്? അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ശ്രദ്ധിക്കണം, നമ്മുടെ ഭരണഘടന എൻ്റെ ഫ ശരിയല്ല, അത് പൊതുവെ കൊല്ലംകാരുടെ ഫ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത് താഴെ വന്ന് ഫ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത്, എനിക്കത് തിരുത്താൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയാമല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയ വ്യക്തി ആര്? അതൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? അത് വേറൊരു ക്വസ്റ്റ്യൻ, തിരിഞ്ഞു പോകരുത്. അപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി തിരിഞ്ഞു പോകും. ഹിന്ദിയൊക്കെ എനിക്ക് ഓർത്തിരിക്കത്തില്ലായിരുന്നു. അപ്പം നമ്മുടേതായിട്ടുള്ള കോഡ് ഇപ്പം ഞാൻ ഓർത്ത് വെച്ച ഹിന്ദി, എൻ്റെ അപ്പച്ചി എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, ആൾക്ക് ഹിന്ദി നല്ലോണം അറിയായിരുന്നു. അപ്പോൾ ആ ആളുടെ പേര് വസന്ത. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വെറുതെ അങ്ങ് ലിങ്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, കോഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോഡ് അങ്ങനെയൊന്നുമില്ല. ആ ബെസ്റ്റ് കോഡിന് സമ്മാനവും ഇല്ല. നിങ്ങൾക്ക് ആ കോഡ് കൊണ്ട് എക്സാം ഹോളിൽ ഉപകാരപ്പെട്ടാൽ ആ കോഡിൽ നിങ്ങൾ സക്സസ് ആയി. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ എൻ്റെ LDC കോട്ടയം LDCയുടെ പരീക്ഷയ്ക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് ആരാന്നാന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിതാവാണോ ഏതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. പിതാവ് ആരായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷനിൽ റൂസോ ഉണ്ടായിരുന്നു, വോൾട്ടേർ ഉണ്ടായിരുന്നു, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് പഠിക്കുന്ന സമയം ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൂസോയാണ്. പിതാവ് പ്രവാചകൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ്റെ ആൻസർ റൂസോയും പിതാവിൻ്റെ ആൻസർ വോൾട്ടേറും ആണേ. അപ്പം ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് കൺഫ്യൂഷനാണത്. അപ്പം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ പിതാവ് വിൽ അവസാനിക്കുന്നു, അപ്പോൾ വോൾട്ടേർ വിൽ അവസാനിക്കുന്നതുകൊണ്ട് വോൾട്ടേർ, അങ്ങനെ അങ്ങ് പഠിച്ചങ്ങ് പിതാവ് വോൾട്ടേർ അങ്ങനെ അങ്ങ് പഠിച്ച് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. എക്സാമിന് ഞാൻ ശരിക്കും ഞെട്ടി. എക്സാം ഹോളിൽ ചെന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ കോട്ടയം LDCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? അപ്പോൾ ഓപ്ഷന് റൂസോ വോൾട്ടേർ. അപ്പോൾ എനിക്ക് ആ ലിങ്ക് വെച്ച് എനിക്ക് എഴുതാൻ പറ്റും. പക്ഷേ അത് ഒരുപാട് ഇത് പോയി, എന്താ പറയുക, ചലഞ്ചിങ്ങിന് പോയി. റൂസോ ആണെന്നും പറഞ്ഞ് ഒരുപാട് ചലഞ്ചിങ്ങിന് പോയി. അപ്പം ഞാൻ എനിക്ക് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചത്. അപ്പം ഒരുപാട് പേര് അല്ല റൂസോയാണ്. അപ്പം എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഡിലീറ്റ് ആയില്ല. ആ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് കിട്ടി. അപ്പം അത് എന്താ പറയുക, ഇത് വലിയ കോഡൊന്നുമല്ല. ഇങ്ങനെ ഞാൻ കോഡ് ഉണ്ടാക്കുവേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോഡ് എനിക്ക് എന്താ പറയുക മനസ്സിൽ കിട്ടാൻ വേണ്ടി, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഉപദേശകൻ അഡ്വൈസർ ആരാണ്? അപ്പം MN റോയും ഉണ്ട്, BN റാവു ഉണ്ട്. അപ്പം BN റാവു അഡ്വൈസർ എന്ന് പറയുമ്പോൾ റാവുവിന് RA അല്ലേ, അപ്പം അഡ്വൈസറുമായിട്ട് റാവുടെ ലിങ്ക് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കോഡ് ഉണ്ടാക്കും. അല്ലാതെ വലിയ കോഡ് ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഉണ്ടാകത്തില്ല. അപ്പോൾ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് കോഡ് ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഭരണഘടനയുടെ കവർ പേജ് ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പറയുന്നത്. പെട്ടെന്ന് തീർക്കാം കേട്ടോ, സമയം ഇത്രയായി. പിന്നെ BN റാവുവിൻ്റെ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ഡ്രാഫ്റ്റ്. ഓക്കെ, അതാണ് കേട്ടോ, അത് റാവു ആണ്. പിന്നെ ഭരണഘടന നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ, അഡ്വൈസർ. അപ്പം BN റാവുവും കാണും, MN റോയും കാണും ഓപ്ഷനിൽ. അപ്പം എല്ലാവരും ഡൗട്ട്, റാവുവിന് അഡ്വൈസർ ഉണ്ട്, അഡ്വൈസറാണ് ഉപദേശകൻ. ഓക്കെ, അങ്ങനെ ലിങ്ക് ചെയ്യാം. പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാര്? അത് ഇതിനകത്ത് നമ്മൾ പഠിക്കും, അതല്ലാതെ ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സിലും പഠിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. മ്യാൻമറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനാര്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. പിന്നെ ഇനി അടുത്തെല്ലാം ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. ഭരണഘടന നിന്നീ കഥയൊന്നും പറയത്തില്ല, ഈ കാര്യം മാത്രമേ ഉള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യം, അത് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കും.
അതിനകത്ത് വനിതാ മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഓരോ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മദ്രാസിൽ നിന്നും എത്ര പേരുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ തിരുവിതാംകൂർ 2, 4, 6 പേര്. അപ്പം ഞാൻ തിരുവിതാംകൂർ ഓർത്ത് വെച്ചിരിക്കുന്നത് എത്ര മെമ്പേഴ്സ് ആണെന്ന്. തിരുവിതാംകൂറിൽ കൂറ്, അപ്പോൾ 6 അങ്ങനെ ഓർത്തു. അപ്പോൾ കൊച്ചി, പനമ്പള്ളി, പിന്നെ മദ്രാസിൽ നിന്ന് 9 മെമ്പേഴ്സ് ആയിരുന്നേ. അത് ഞാൻ ഓർത്തത് മദ്രാസിന് M, നയനകത്ത് N, അങ്ങനെയൊക്കെ ലിങ്ക് ചെയ്ത് വെച്ചു. പിന്നെ UP-ന്ന് ഉണ്ടായിരുന്നു, ആരാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ ഒരു നിയമനിർമ്മാണ സഭയായി മീറ്റിംഗ് ചെയ്ത ദിവസമൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ അവസാന സമ്മേളനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം എന്താണെന്ന്. പിന്നെ ഭരണഘടനയിൽ ഒപ്പുവെച്ച മെമ്പേഴ്സിൻ്റെ എണ്ണം അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇന്ത്യ ഭരണഘടന നിലവിൽ വന്ന വർഷം, അതാരും തെറ്റിക്കത്തില്ല. പ്രിയാമ്പിളിനകത്തുള്ള വർഷം ഏതാണെന്ന് ചോദിക്കും, ഡേറ്റ് ഏതാണെന്ന് ചോദിക്കും കേട്ടോ. പിന്നെ ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിയമദിനമായി ആഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് റാങ്ക് ഫയലിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര നാൾ കൊണ്ടാണ് നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ആക്കിയത്, അതിനാകെ ചിലവായ തുക, അത് PYQ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള കാര്യം, എത്ര അനുച്ഛേദങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോ ബംഗാളിൽ നിന്ന് ആരെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു, ബീഹാറിൽ നിന്ന് ആരെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു, UP-യിൽ നിന്ന് ഞാൻ പഠിച്ചില്ല. എനിക്കത് എത്ര പഠിച്ചിട്ട് ഓർത്ത് നിൽക്കുന്നില്ല. എങ്കിൽ പോലും അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് നെഹ്റു എവിടുന്ന് അങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. അത് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആരാണ് അതിൻ്റെ ഹെഡ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു, എന്താ പറയുക, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് എപ്പോഴും ചോദിക്കും. നെഹ്റു എഴുതി വെക്കരുത് കേട്ടോ, അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് അല്ലാത്തത് ആര് എന്ന് ഞാൻ പോയ പല എക്സാംസിൽ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പറഞ്ഞില്ല മെമ്പേഴ്സ് ആര്, പിന്നെ ഇന്നയാൾ പോയപ്പോൾ ഇന്നയാൾ വന്നു, ഇന്നയാൾ മരിച്ചപ്പോൾ അപ്പോൾ അത് അങ്ങനത്തെ 2 പേരുണ്ടേ. അതിലെനിക്ക് തിരിഞ്ഞു പോകും. അത് നിങ്ങൾ കോഡ് വെച്ചിട്ട് നിങ്ങൾ അത് പഠിച്ചെടുക്കണം. പിന്നെ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ കുറച്ച് മേജർ കമ്മിറ്റി ഉണ്ടായിരുന്നു, മൈനർ കമ്മിറ്റി ഉണ്ടായിരുന്നു. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്ര മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ ഈ മേജർ കമ്മിറ്റീസും അതിൻ്റെ ഹെഡുമാരുടെ പേരുമുണ്ട്, മൈനർ കമ്മിറ്റീസും അതിൻ്റെ ഹെഡുമാരുടെ പേരുമുണ്ട്. അത് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ അതിനകത്ത് കോഡുള്ള ചാനൽസ് ഉണ്ട്. അപ്പോൾ കുറേ കോഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിക്കാവും. എന്നിട്ട് പറ്റില്ലേ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുക. മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയൊക്കെ ചോദിക്കാറുള്ളതാണേ. അപ്പോൾ അതത്ര അങ്ങനെ നോക്കുക. പിന്നെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങൾ, ഇതിപ്പം പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് അറിയണമെന്നില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ പതാക എന്ന്, ദേശീയ ഗാനം എന്ന്, ദേശീയ ഗീതം എന്ന്, ദേശീയ മുദ്ര എന്ന്, ഇത് 4 പക്ക ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതാണെന്ന്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്, അത് നിങ്ങൾ പഠിക്കണം. ഗ്രാൻഡ് ഓസ്റ്റിനാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BR അംബേദ്കറിനെ കുറിച്ച് ചില എക്സാമിനും ചോദിക്കാറുണ്ട്. എന്താ പറയുക, ഇന്ത്യൻ ഭരണഘടന ശില്പി ആരാന്ന് ചോദിക്കും, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരാന്ന് ചോദിക്കും, ആധുനിക മനു ചോദിക്കും. പിന്നെ എന്താ പറയുക, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ, ഇത് ഹിസ്റ്ററിക്കകത്ത് ചോദിക്കാറുണ്ട്. പിന്നെ മഹർ പ്രസ്ഥാനം ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പോയൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഈ അംബേദ്കറിന് ഭാരത് രത്ന ലഭിച്ച വർഷം, അതായത് മരണാനന്തരം ലഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് എഴുതിയൊരു എക്സാമിന് അന്ന് എനിക്ക് കിട്ടി, കാരണം അന്ന് ഞാൻ ടാലൻ്റ് റാങ്ക് ഫയൽ വെച്ച് പഠിച്ചായിരുന്നു. അന്ന് എനിക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നേ. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര്, നിങ്ങൾ LGS പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ കുറേ ബേസിക് സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഓരോരുത്തരുടെ നാരായൺഘട്ട്, എന്താ പറയുക, ശാന്തിവനം, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. LGS പോലത്തെ എക്സാമിന് നിങ്ങൾ വലിയ സാധനം, ഒരുപാട് കാര്യമൊന്നുമല്ല, സോറി, ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം കേട്ടോ. റിനൈസൻസും കേരള ജിയോഗ്രഫിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ LGS പോലുള്ള എക്സാമിന് പഠിക്കുവാണെങ്കിൽ. പിന്നെ മഹാപരിനിർവാണ ദിനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ചോദിക്കാറുണ്ട്. ചരിത്രത്തിന് PYQ, ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി അംബേദ്കറെ വിശേഷിപ്പിച്ചു. അപ്പോൾ ഇത് ആരെ വിശേഷിപ്പിച്ചു എന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ, ഇത് PYQ ആണേ.
പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ, പിന്നെ ബഹിഷ്കരണി ഭാരത്. അയ്യോ ഞാൻ പേര് അങ്ങ് മറന്നുപോയി, സോറി, തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. എൻ്റെ PDF ഓഫായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഈ PDF സെറ്റാക്കി വെച്ചതായിരുന്നു, അതെൻ്റെ ഇതങ്ങ് ഓഫായിപ്പോയി. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭ, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതിനും എനിക്ക് തോന്നുന്നു കോഡുണ്ട്. അതിങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല, യാദൃശ്ചികമായിട്ട് ചില എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അവരുടെ വകുപ്പുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതും പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സാധനങ്ങൾ ബാക്കിയെല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ, ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അപ്പം ആദ്യത്തെ മന്ത്രിസഭ എടുക്കുകയാണെങ്കിൽ ഇന്നൊരു 2 പേരെ പഠിക്കുക, 2 പേരെ പഠിച്ചിട്ട് ആ 2 പേര് നിങ്ങൾ നാളെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾ ആ 2 പേരും കിട്ടി, അടുത്ത ദിവസത്തെ 2 പേരെ പഠിക്കുമ്പോൾ അതും കിട്ടി. പഠിക്കുന്ന സാധനം പിറ്റേ ദിവസം ഒന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം എഴുതി നോക്കാൻ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ മറക്കുന്ന സാധനം അതിന് വേണ്ടി നിങ്ങളൊരു കുഞ്ഞു ബുക്കൊക്കെ വെച്ചിട്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, കുഞ്ഞു ബുക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ മറക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ട് പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന സെക്ഷൻസ്, എല്ലാ സെക്ഷൻസ് ഒന്നും പഠിക്കേണ്ട, അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ എഴുതി നോക്കിക്കേ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സബ്ജക്ട്സ് ഒക്കെ എളുപ്പമായിട്ട് തോന്നും. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമാകാൻ കാര്യം ഇങ്ങനത്തെ കുറേ ടിപ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അൻഹിലേഷൻ ഓഫ് കാസ്റ്റ്, അത് നമ്മുടെ അംബേദ്കറുടെ ആയിരുന്നേ. അത് അൺടച്ചബിൾസ്. പിന്നെ ഞാൻ ഒരു അംബേദ്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, ആ സാധനം എൻ്റെ നമുക്ക് പോയി, നിങ്ങൾക്ക് ചോദിക്കാം, അത് എപ്പോഴും PYQ ആയിട്ട് ചോദിക്കുന്ന കേട്ടോ. പിന്നെ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടത് നമ്മുടെ എന്താ പറയുക, ഇത് അംബേദ്കർ ആയിരുന്നു. ബഹിഷ്കൃത ഹിതകാരിണി, ഞാൻ നേരത്തെ ബഹിഷ്കൃതി ഭാരത് എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ, അത് ചോദിച്ചിട്ടുണ്ട്. ബഹിഷ്കൃ പറയുന്നത് അത് തന്നെ. അപ്പം അത് സ്ഥാപിച്ചത് നമ്മുടെ അംബേദ്കർ ആണ്. അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി. അത് പിന്നെ കൊടുക്കുന്ന ഇടയ്ക്ക്. അപ്പം 1924 ബഹിഷ്കൃത ഭാരത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ കമൻസിൽ പറയണ്ട, ഞാൻ അവിടെ എനിക്ക് തെറ്റിപ്പോയി, ഞാനത് ഒന്നും കൂടി പറയുകയാണ്. അതെന്നെ ആൻസർ എപ്പോഴും പറയാതെ പോകും. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പം എനിക്ക് എവിടെയെങ്കിലും ഒരു തെറ്റ് വരും. അപ്പം ഇങ്ങനെ അഥവാ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടുതരാം കേട്ടോ. ബഹിഷ്കൃതി ഭാരതാണ്, സോറി, ഹിതകാരിണി സഭ കേട്ടോ. അത് 1924 ആണ് അതിൻ്റെ ഇയർ. ഞാൻ പിന്നെ പറഞ്ഞുതരാവേ. ഇദ്ദേഹം അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി 1924. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മൂക്ക് നായകം, ബഹിഷ്കൃത ഭാരതം. അപ്പം എനിക്ക് എവിടെയോ ഒരു ലിങ്ക് ഉണ്ടെന്ന് അറിയാതെ, അപ്പം കിട്ടില്ല, ഇപ്പം കിട്ടി. അപ്പം അത് ശ്രദ്ധിച്ചോണേ. ഇപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, ഈ ബഹിഷ്കൃത ഹിതകാരിണി, ബഹിഷ്കൃത ഭാരതം, മൂക്ക് നായകം ഇതൊക്കെ തന്നിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാവേ. അപ്പം അല്ലെങ്കിൽ അംബേദ്കർ വന്നിട്ട് അംബേദ്കറുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണെന്ന് വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പം ഇത്രയും സാധനം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഏത് സെലക്ഷൻ അറിയോ? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാവേ. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം അത് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമേ മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്, MN റോയി. MN റോയിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തുടക്കക്കാരനൊക്കെ എന്നറിയപ്പെടുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, ശ്രദ്ധിച്ചോണേ, ഇന്ത്യക്ക് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് MN റോയിയാണ്. അതുപോലെ തന്നെ ആദ്യമായി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് INC ആണ് കേട്ടോ. 2 ഇയർ ഉണ്ട്. MN റോയിയുടെ 1934, 1935 ആണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഓഗസ്റ്റ് ഓഫർ അതൊക്കെ ഇനി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ആ ഓരോ ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പബ്ലിഷ് ചെയ്ത് 1946, അതറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ക്യാബിനറ്റ് മിഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെ ഹിസ്റ്ററിയിൽ വരും, ഇതിനകത്തും വരും കേട്ടോ. അത് നിങ്ങൾ കോമൺ ആയിട്ട് ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ സാധനങ്ങളൊക്കെ നിങ്ങൾ കോമൺ ആയിട്ടൊന്ന് നോക്കണം. പിന്നെ നമ്മുടെ ലക്ഷ്യപ്രമേയം, അത് ചോദിക്കും. ലക്ഷ്യപ്രമേയം എന്നാണ്, ഇത് ആരാ അവതരിപ്പിച്ചത്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ മറന്നു പോകല്ലേ. ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചോ, ഞാനായിരിക്കത്തില്ല, അറിയാവുന്ന ആരെങ്കിലും കുട്ടികളൊന്ന് റിപ്ലൈ തരും. ഞാനിപ്പം ഇങ്ങനെ പുതിയ എക്സാംസിനൊന്നും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും, അതുപോലെ എൻ്റെ റാങ്ക് ഫയലൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര നഷ്ടബോധം തോന്നും. എൻ്റെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു, എനിക്ക് നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാമായിരുന്നു. ഞാൻ ഇതെല്ലാം അങ്ങ് കൊടുത്തു. പിന്നെ എനിക്ക് തപ്പിപ്പിടിച്ചിട്ടാണ് കുറച്ച് PDF മാത്രം കിട്ടി. ഈ PDF എനിക്ക് അയച്ചു തരാൻ പറ്റത്തില്ല. അയച്ചു തരാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാനൽസ് എല്ലാം എന്താ പറയുക, ഞാൻ ടോപ്പിക്ക് നോക്കാൻ വേണ്ടി മാത്രമായി PDF എടുത്തത്. അപ്പം നമ്മൾ പേ ചെയ്തെടുത്ത ഒരു കാര്യം നമ്മൾ വെറുതെ കൊടുക്കുന്ന അവരോട് ചെയ്യുന്ന ഒരു ഇത്. അതുകൊണ്ട് ഞാൻ എൻ്റെ PDF ആരും പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് എനിക്ക് അങ്ങനത്തെ കുറച്ച് ചില അങ്ങനെ അപ്പം അവർ ഞാൻ പേയ്മെൻറ്റ് ചെയ്തെടുത്ത സാധനം നമ്മൾ വെറുതെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടത് ടോപ്പിക്സ് മാത്രമാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത്രയും മാത്രം പഠിച്ചാൽ മതിയെന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താം. അപ്പം കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ അടുത്തടുത്ത ടോപ്പിക്ക്, ഇത് ഇത്തിരി വലിയ ടോപ്പിക്കായിട്ട് ഇത്രയും സമയം നീണ്ടുപോയത്, അടുത്തടുത്ത് ഓരോ ദിവസമായിട്ട് ഓരോ ടോപ്പിക്ക് ഇട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ. വെറുതെ ഞാനും നിങ്ങളും ഒക്കെ ഇത് കണ്ട് ബോറടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടേക്കാം. പിന്നെ അഥവാ ഇടുവാണെങ്കിലും തന്നെ എൻ്റെ ഇടാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സ് കുറച്ചുണ്ട്, പിന്നെ ആക്ട് നോക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹിസ്റ്ററി ഞാൻ പറഞ്ഞ് അങ്ങനെ തരേണ്ട ആവശ്യമില്ല. ജോഗ്രഫിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്ക് ജോഗ്രഫിക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.